സിഡ്നിയിലെ ഡേ 2 ആണ്. സെൻട്രൽ സിഡ്നിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്ത് രാവിലെ ഇറങ്ങിയേക്കുവാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഗൂഗിൾ മാപ്പാണ് എന്റെ ഗൈഡ്. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു, ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്നോ. ചിലർ ഓപ്പൽ കാർഡ് ടാപ്പ് ചെയ്യുന്നുണ്ട്, ചിലർ ബാങ്ക് കാർഡ് ചെയ്യുന്നുണ്ട്, ചിലർ മൊബൈലും ടാപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഇൻഫർമേഷൻസ് ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നാട്ടിലൊക്കെ മെട്രോ യൂസ് ചെയ്യുന്ന പോലെ ഏത് പ്ലാറ്റ്ഫോമിൽ ഏത് ട്രെയിനിൽ എത്ര സ്റ്റോപ്പ് ഉണ്ട്, എപ്പോ എത്തും, അടുത്ത ട്രെയിൻ എപ്പോഴാണെന്നും കാണിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് അനൗൺസ്മെന്റും ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോം കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഇവിടെ. അങ്ങനെ എന്റെ ട്രെയിൻ വന്നിരിക്കുകയാണ് കറക്റ്റ് ടൈമിൽ. 2 നിലയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ നിലയിൽ കയറിയില്ല ഒരു സമാധാനമില്ല. ഞാൻ ഇന്നലെ മേടിച്ച ഡ്രസ്സാണ് ഈ ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് സെൻട്രൽ സിഡ്നിയിലെത്താൻ ഏകദേശം 40 മിനിറ്റ് എടുക്കും. ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അനൗൺസ്മെന്റും വരുന്നുണ്ട്. പോരാഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളിലും വിസിബിൾ ആയി എഴുതി വെച്ചിട്ടുണ്ട്. വിസിബിൾ ആകാതിരിക്കുകയോ മരത്തിനടിയിൽ വെച്ചേക്കോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ സെൻട്രൽ സിഡ്നിയിലെത്തി. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. സിഡ്നിയുടെ നാവിഗേഷൻ പ്ലാന് വരച്ചു വെച്ചേക്കുന്നത് വളരെ ഇംപ്രസീവ് ആണ്. ആ ക്ലോക്ക് ടവർ കാണാൻ നല്ല രസമല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്റെ ചുണ്ടൊക്കെ പൊട്ടി മുറിഞ്ഞിരിക്കുവാണ്. ലിബാമൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ക്ലൈമറ്റ് 13 ഡിഗ്രിയാണ് കേട്ടോ. ബട്ട് ഫീൽ ലൈക്ക് 7 എന്ന് വാച്ച് വിളിച്ച് പറയുന്നുണ്ട്. പുറത്തിറങ്ങുന്നതിന് മുന്നേ ഓപ്പൽ കാർഡ് ടാപ്പ് ചെയ്ത് ജേർണി എക്സിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ആ റൂട്ടിന്റെ ഏറ്റവും വലിയ ഫെയർ അവർ ചാർജ് ചെയ്യും. സെൻട്രൽ സിഡ്നിയിലെ ഫസ്റ്റ് ഇംപ്രഷൻസുമായി അടുത്ത വീഡിയോയിൽ വരാവേ. സ്റ്റേ ട്യൂൺഡ്.